ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അഖിൽമാരാരുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടവും തോന്നി ചിരിയും വരുന്നത്. അതായത് മാരാറ് എന്ന് പറയുന്നത് ആരാ? ഒരു വലിയ വൻ വൃക്ഷമാണ്. ഇയാൾ ഈ അതുലി എന്ന് പറയുന്ന ഒരാളെ ഇത്രമാത്രം ഭയക്കേണ്ടതുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഇയാൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഖിലേ, അതായത് ഞാൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ രാജ്യദ്രോഹി തന്നെയാണ്, അതുപോലെ തന്നെയാണ് എൻ്റെ വീഡിയോ പ്രചരിപ്പിച്ചവരും, അങ്ങനെയാണെങ്കിൽ എല്ലാവരും കുടുങ്ങും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, അതായത് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ പ്രചരിപ്പിച്ചവർ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഓൺലൈൻ ചാനലുകളുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിനെതിരെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജോർജ് ജോസഫ് സാറ് വരെയുണ്ട്. അദ്ദേഹമൊക്കെ എന്ന് പറഞ്ഞാൽ റിട്ടയർഡ് SP ആണ്. അദ്ദേഹം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്, ഈ അഖിൽ മാരാർക്ക് പിന്നെന്താ പറയുക, ജീവോയരെന്തും ശിക്ഷ കിട്ടും, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് പ്രമുഖരൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മാരാറെ, നിങ്ങൾ അവരെ പോയിട്ട് ചീത്ത വിളിക്ക്. അല്ലാതെ ഈ പിന്നെന്താ പറയുക 1,44,000 ആളും, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് അതിന് വന്ന വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 90,000 1,00,000 വ്യൂസ് അങ്ങാറ്റേ വന്നിട്ടുള്ളൂ. ഈ 1,00,000 വ്യൂസിനെയാണോ നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത്? ഇവിടെ 1 മില്യണൊക്കെ അടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഈ വീഡിയോ വെച്ചിട്ട് 1 മില്യണൊക്കെ അടിച്ച ആൾക്കാരുണ്ട്. അവരോടൊക്കെ അല്ലേ നിങ്ങൾ പോയിട്ട് സംസാരിക്കേണ്ടത്? എന്നാലല്ലേ പേടിക്കുള്ളൂ. അല്ലാതെ ഇവനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇവരൊക്കെ എവിടെ പേടിക്കാനാണ്? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങൾ പറയുന്നത് ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രചരിപ്പിച്ചവരും ഒക്കെ എന്ന് പറഞ്ഞ് ജയിലിൽ പോകും എന്ന് പറഞ്ഞാൽ, എൻ്റെ മാരാറെ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു പരാജയം തന്നെയാണല്ലോ എൻ്റെ ചെങ്ങായി. അതാണ് ഞാൻ ആലോചിക്കുന്നത്. എടാ, നീ ആരെയും ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുന്നത്? നീ എന്താ വിചാരിക്കും? ഇപ്പോഴും നീ ബിഗ് ബോസിന് പുറത്ത് വന്നിട്ടില്ല, പൈസയും പണങ്ങളും ഉണ്ട് എന്നല്ലാതെ ഇത് ഇപ്പോഴും ബിഗ് ബോസിന് പുറത്ത് വരാത്ത ഒരു മാരാറായി പോയല്ലോ. ഏതായാലും ആ അതുല് എന്ന് പറയുന്നവനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇപ്പം അവൻ ഇനിയിപ്പോൾ നാളെ മുതൽ വീഡിയോ ചെയ്യുമെന്ന് തന്നെ എനിക്കറിയില്ല. അതുപോലെ പേടിച്ചിട്ടുണ്ട് അതുല് അതുപോലെ പേടിച്ചിട്ടുണ്ട്. ഏതായാലും ആ ഒരു വിശേഷം നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുൽ എങ്ങനെ ഈ ഒരു കാര്യം തരണം ചെയ്യുന്നു? കാരണം എന്താ വെച്ചാൽ നാളെ അതുലും ചിലപ്പോൾ അഖിൽ മാരാറുടെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ പോയി കിടക്കേണ്ടവനല്ലേ. എൻ്റെ പൊന്നു മാരാറ്, ഇതിലും വലിയ ഇത് വന്നിട്ട് വരെ നമ്മളിവിടെ പോയിട്ടില്ല, പിന്നെയല്ലേ ഇവിടെ. ഏതായാലും ഒരു കാര്യം ചെയ്യാം. അതായത് എൻ്റെ ഇതിന് വെച്ച് നോക്കുമ്പോൾ ഈ അതുല് മാത്രമല്ല, ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, പിന്നെ എന്ന് പറയുക ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് പ്രധാനപ്പെട്ട ചാനലുകളൊക്കെ ഉണ്ട്. ഈ പിന്നെ റിപ്പോർട്ടർ ചാനൽ, മനോരമ, മാതൃഭൂമി, ജനൻ TV, ഇങ്ങനെയുള്ള ഒരുപാട് ചാനലുകളുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചായിരിക്കും പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം. ഈ മാരാറ് പറയുന്നതും മാരാർക്ക് കൊടുത്തിരിക്കുന്ന മറുപടിയും നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി സംസാരിക്കാനുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, മാരാറെ, ഒരു കാര്യം ഇതിൻ്റെ അകത്ത് താൻ പറഞ്ഞു, താൻ ഇത്രയും വലിയ പണക്കാരനാണ്, താൻ ഇത്രയും പിന്നെ പൈസ ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് പൈസ താൻ ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് പൈസ താൻ പുട്ടടിച്ച് കളയുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, ഇഷ്ടം പോലെ വരുമാനമുണ്ട് തനിക്ക് ഒരുപാട് വണ്ടി എടുക്കാൻ പൈസയുണ്ട്. എന്നിട്ടും ആ അമ്മയെ തൊഴിലുറപ്പിന് വിടുന്നത് ശരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്ക്. കാര്യം ശരിയാണ് നീ പറഞ്ഞതുപോലെ. എന്താ വെച്ച് കഴിഞ്ഞാൽ പണിയെടുത്തിട്ട് തന്നെ അവരൊക്കെ തിന്നണം, പണിയെടുക്കാതെ തിന്നരുത്. പക്ഷെ ഒരു കാര്യം നീ ആലോചിക്കുക, അതായത് ഒരു 10-60 വയസ്സൊക്കെ കഴിഞ്ഞാൽ ഈ അമ്മയ്ക്കും അച്ഛനും ഒരു തുക അവരുടെ ചെലവിന് വേണ്ടി കൊടുത്താൽ തൻ്റെ പിന്നെ എന്താ പറയുക ഇതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ ഊർന്ന് പോകുകയൊന്നും ചെയ്യില്ല. ആവുന്ന കാലത്ത് അവർ നല്ലോണം തന്നതല്ലേ. ഇനി ആവുന്ന കാലത്ത് അവരെന്തെങ്കിലും നിങ്ങളെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇത്രയും വയസ്സുള്ള ഒരു അമ്മയെ ഇങ്ങനെ ജോലിക്ക് വിടണോ? അതൊരു അന്തസ്സാണോ? എനിക്ക് തോന്നുന്നില്ല അതൊരു അന്തസ്സാണെന്ന്. അമ്മ പറയും, മോനെ ഞാൻ എൻ്റെ തൊഴിൽ ചെയ്തിട്ട് തന്നെ ജീവിച്ചോളാം എന്ന് അമ്മ പറഞ്ഞു കഴിഞ്ഞാലും താനാണ് കൊടുക്കേണ്ടത് ഒരു തുക. അമ്മ എന്തോ ചെയ്തോ, പക്ഷേ ഈ പൈസ എവിടെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു 5,000 രൂപ മതിയടോ, അത്രയേ വേണ്ടൂ. ഒരു 5,000 രൂപ കൊടുത്താൽ മതി. അതൊരു വലിയ സന്തോഷം തന്നെയാണ്. ഇനി കൊടുക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായത്തിലും അവർ തൊഴിലുറപ്പിന് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും പോകുന്നുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇവരുടെ ആ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഞാൻ നിന്നെ വിളിച്ചപ്പം ഞാൻ നിന്റെ നമ്പർ എടുത്ത പയ്യനോട് ഞാൻ പറഞ്ഞതാണ് അവനെ ഞാൻ വിളിക്കുമെന്നൊന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ നിന്നെ വിളിച്ചത് നിന്നെ ചീത്ത വിളിക്കാനൊന്നുമല്ല. ഞാൻ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചീത്ത വിളിക്കുന്നവനൊരു അർഹത വേണ്ടേ? അപ്പോൾ അങ്ങനെ ഒരാളെയല്ലേ നമ്മൾ ചീത്ത വിളിക്കാൻ പാടുള്ളൂ. അല്ലാതെ നിന്നെ പോലൊക്കെ ഒരുത്തനെ നമ്മൾ ഇതിനെ ചീത്ത വിളിക്കുന്നത്. എനിക്ക് എവിടെ നിന്നാണ് എൻ്റെ വീട് പോലീസ് വളഞ്ഞു എന്ന ഇൻഫർമേഷൻ കിട്ടിയതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. നിൻ്റെ ഒന്നും വീഡിയോ ഞാൻ ഒരു 10 സെക്കൻഡ് പോലും കേട്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. അമ്മ തൊഴിലുറപ്പിന് പോയ അമ്മയോട് ആരോ പറഞ്ഞു വീട് പോലീസ് വളഞ്ഞെന്ന് പറഞ്ഞ് യൂട്യൂബിൽ പറയുന്നു കേൾക്കുന്നല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആരോ ഒരാൾ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ എന്നെ വിളിച്ചിട്ട് എന്താടാ സംഭവം എന്ന് ചോദിക്കുകയും എനിക്കത് അയച്ചു തരികയും ചെയ്തപ്പോഴാണ് ആ ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടി എന്നതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. പിന്നെ നിൻ്റെ രാജ്യസ്നേഹം നമുക്ക് വ്യക്തത, ഇനി നിനക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് അറിവും ബോധമൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് തമ്മിലൊന്ന് സംസാരിക്കാം എന്ന് മാത്രം കരുതിയിട്ട് വിളിച്ചതാണ്.
അല്ലാതെ ഞാൻ നിന്നെ വിളിച്ച് ഞാനത് അത്ര പൊട്ടനാണെന്നാണോ നിന്റെ വിചാരം? ഞാൻ നിന്നെ വിളിച്ച് ചീത്ത വിളിച്ചിട്ട് നിനക്ക് 4 റീച്ച് ഉണ്ടാക്കി തരാം? ഒരിക്കലുമല്ല. ഞാൻ ഇപ്പം പോലും മെസ്സേജ് അയക്കുന്നത്, നീ ഇത് വീഡിയോ ചെയ്താൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, കാര്യം നീ കുടുങ്ങാൻ പോകുന്നത് നീ ലോകത്തോട് പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നീ രാജ്യദ്രോഹമെന്ന് അഖിൽമാരാരുടെ മേലിൽ ആരോപിച്ച അതേ തെറ്റ് നീയും ചെയ്തിരിക്കുന്നുവെന്ന് നിനക്ക് നിയമത്തെക്കുറിച്ച് അറിവില്ലെന്നുണ്ടെങ്കിൽ അതുകൂടൊന്ന് ബോധിപ്പിച്ചേക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. അതുകൊണ്ട് ഓക്കെടാ, നീ എന്തായാലും എന്നെ ഉപദേശം നന്നായി. പിന്നെ ഈ വീഡിയോക്കുള്ള പോയിന്റ് ബൈ പോയിന്റ് മറുപടി ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ തരും. അതിനു മുന്നേ നീ ബാക്കി അയച്ച മെസ്സേജും കൂടി എനിക്കൊന്ന് കാണണം. നീ വലിയ കൊണാണ്ടറെന്ന് അടിക്കണ്ട. നീ കേസ് കൊടുത്ത് എന്നെ വിളിപ്പിക്കട്ടെ, എന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഈ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ ഈ രാജ്യം തരുന്ന ഏത് നിയമം, ഏത് ശിക്ഷയും ഞാൻ ഉൾക്കൊണ്ടോളാം. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഒരു തേങ്ങയില്ല, മനസ്സിലായ? ഈ രാജ്യം തരുന്ന ശിക്ഷയാണെങ്കിൽ, ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ എന്നെ ശിക്ഷിക്കട്ടെ, എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഇനി കോടതി കയറി ഇറങ്ങിയാണെങ്കിൽ ഞാൻ കയറി ഇറങ്ങും. അതിൽ അഭിമാനിക്കുന്നു. നിന്നെപ്പോലെ ഒരു നാറിയെ വലിച്ചു കയറി ഒട്ടിച്ച സന്തോഷത്തിന് അഭിമാനിക്കും. അതങ്ങ് ഡൽഹിയിൽ വരണമെങ്കിലും ഞാൻ വരും, എനിക്ക് ഒരു കുഴപ്പമില്ലടാ മുത്തേ. അഖിൽ മാരാരെ, നിന്റെ തട്ട് താണല്ല ഇരിക്കുന്ന. എവിടെയാണ് ഇരിക്കുന്ന? കോണാത്തിലാണ് ഇരിക്കുന്ന. നിനക്കെതിരെ ശബ്ദിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇനി ഇതിന് ഞാൻ അപ്പൊ കൊടുത്ത ഒരു റിപ്ലൈ ഞാനൊന്ന് കേൾപ്പിക്കാം, എന്നിട്ട് ഇവന്റെ വേറെ മെസ്സേജ്. ഇപ്പോഴും ഒരു പോലീസ് എങ്ങനെയാണ് കേസ് എടുക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. പോലീസ് കേസ് എടുക്കുന്നത് വസ്തുനിഷ്ഠമായ പഠനങ്ങൾ നടത്തി പൂർത്തീകരിച്ചതിന് ശേഷം, നിന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിയതിന് ശേഷമല്ല. അത് കോടതി തെളിയിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു എന്നും നമ്മൾ എന്തായിരുന്നു ഉദ്ദേശിച്ചതെന്നും നമ്മൾ തെളിയിക്കേണ്ടതാണ്. രാജ്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ എന്ന് വരുന്ന ഒരു പർട്ടിക്കുലർ കണ്ടന്റ്, അത് 1 മിനിറ്റോ 2 മിനിറ്റോ 10 സെക്കൻഡോ 5 സെക്കൻഡോ ആവട്ടെ, അത് രാജ്യത്തിന് ദോഷമാണെന്ന് പറയുന്നത് നിങ്ങളാണ്. അത് ലോകത്തിൻ്റെ മുമ്പിൽ കേൾപ്പിച്ചുകൊണ്ടാവരുത് അവനവൻ്റെ അഭിപ്രായം പറയേണ്ടത്. നിനക്ക് നിൻ്റെ അഭിപ്രായം പറയാം. അത് എൻ്റെ പ്രൊഫൈലിൽ അഖിൽമാരാർ ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് പറയാം. അല്ലാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് രാജ്യവിരുദ്ധത ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അത് പ്രചരിപ്പിക്കാൻ പാടില്ല എന്നതാണ് നിയമം. തെളിയിക്കേണ്ടത് കോടതിയിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് ഒരു പരാതി കൊടുക്കുന്ന സമയത്ത് SP-ക്കും DGP-ക്കും എനിക്കിത് ഫോർവേഡ് ചെയ്യുമ്പോൾ എനിക്ക് വളരെ എളുപ്പമാണല്ലോ. ഞാൻ പറഞ്ഞതിനകത്ത് പോലീസ് എനിക്കെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ടെന്നും ആ പർട്ടിക്കുലർ കണ്ടന്റാണ് ഇന്ന പ്ലാറ്റ്ഫോമിലൂടെ ഇവരെല്ലാം പ്രചരിപ്പിച്ചതെന്നും അതുമാത്രം മതിയല്ലേ? നിനക്കെന്തായാലും നിന്റെ കുത്തിത്തിരിപ്പ് എന്റെ നെഞ്ചത്തോട്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്കറിയാം. ജനങ്ങൾ അറിയട്ടടാ നിന്റെ മാറിയ സ്വഭാവം. ജനങ്ങൾ അറിയണം. അതിനു വേണ്ടി തന്നെയാണ്. ഇതിൽ എത്ര പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ അഖിൽ മാരാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ച എല്ലാവരും കൊടുങ്ങും, എല്ലാവരെയും ഞാൻ കൊടുക്കും എന്നുള്ളതാണ് മാരാർ പറയുന്നത്. മാരാർക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ പോയിന്റും കാര്യങ്ങളൊക്കെ അറിയാം. മാരാർ ഇതിന്റെ പോയിന്റും കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഇത് പറഞ്ഞത് എന്നും മാരാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഏതായാലും മാരാർ ഒരുപാട് പേരുടെ പേരിൽ ഇതേപോലെ കേസ് കൊടുക്കുന്ന എനിക്ക് തോന്നുന്നത് മാരാർ കൂടുതൽ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് ഇയാൾ ഇതിൽ തന്നെ ഒരുപാട് സമ്മതിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇയാൾ സമ്മതിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഞാൻ ചെയ്തത് തെറ്റ്, നിങ്ങളല്ലാതെ പിന്നെ ഇത് ചെയ്തത് അത് അതിലും വലിയ തെറ്റ് എന്നുള്ള രീതിയിൽ. എൻ്റെ പൊന്നോ മാരാറെ, ഒരു കാര്യം മനസ്സിലാക്കുക. തനിക്കൊരു MLA സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ഈ കളിയൊക്കെ കളിക്കുന്നത്. അതായത് കൊട്ടാരക്കര ഒരു സീറ്റാണ് മോഹം, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് വേണ്ടിയിട്ട് പക്ഷേ ഇത്തവണ താൻ പിടിച്ചത് പുലിവാലായി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഈ എന്താ പറയുക, അതുലിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ തൻ്റെ നിലവാരം അത്രയും ഉണ്ടാകും. തനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ തനിക്ക് വേറെ എത്ര ചാനലുകളുണ്ട്? അതാണ് ഞാൻ പറയുന്നത്. അതായത് തൻ്റെ വീഡിയോസ് ചെയ്ത ഒരുപാട് ചാനലുകളുണ്ട്, വലിയ ചാനൽ മുതലാളിമാരുണ്ട്. അവരെ വിളിച്ചല്ലേ താൻ ഭീഷണിപ്പെടുത്തേണ്ടത്? അവരെ വിളിച്ചിട്ടല്ലേ താൻ പറയേണ്ടത്? താൻ നിങ്ങളെല്ലാം കുടുങ്ങാൻ പോവുകയാണ്, എൻ്റെ വീഡിയോ വിട്ടവരൊക്കെ കൊടുക്കുന്ന അവരോടല്ലേ പറയേണ്ടത്? അല്ലാതെ ഈ എന്താ പറയേണ്ടത്, ഈ ഒരു ഇതും ഇല്ലാത്ത, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ആകെയുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോഴങ്ങേറ്റത് 144K ആയ അതുല് എന്ന് പറയുന്ന ഒരാളുടെ ഇയാളെ മാത്രമാണ് വിളിച്ചു പറയേണ്ടത്. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്ക് അവിടെയാണ് ചിരിയും വരുന്നത്. അതായത് എന്തൊരു അവസ്ഥയാണ് ഈ മാരാറത്. അല്ല, ഇനി വല്ലതും ഉടായ്പും ഉണ്ടോ? ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അതും കൂടി കേൾക്കായിരുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ആദ്യം മാരാർ ഒരു കാര്യം ആലോചിക്കുക. താങ്കൾ ഇപ്പോഴും ബിഗ് ബോസിലല്ല, ഇപ്പോഴും മോഹൻലാൽ ആഴ്ചക്ക് ഒരു ദിവസം വരുന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിൽക്കുക. ഇപ്പോഴും താങ്കൾ പുറത്താണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും താങ്കൾ ഈ മെഴുകുന്നത് താങ്കൾക്ക് തന്നെ അറിയാം. താങ്കളുടെ എല്ലാ കാര്യങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞു വീണിരിക്കുകയാണ്. ഇനി ഒരു വിലയും ഒരു ഇതും കിട്ടൂലായിരുന്നു, അത് ഉറപ്പാണ്. കാരണം ഇനിയൊരു പരിപാടി പോലും കിട്ടത്തില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോഴൊരു സിനിമ വരുന്നുണ്ട്, ഏതൊരു സിനിമ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ സിനിമ വരെ ഇനി
ജനൻ ടി വിക്കാർ ഓടിക്കാൻ വിടുമോയെന്ന് തന്നെ അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇതിൽ അതുൽ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് നിൻ്റെ ആ ഒരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകാനും എന്ത് ശിക്ഷ അനുഭവിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു ധീരൻ എന്ന് പറയുന്നത്, അല്ലാതെ ഒരു ഒളിച്ചോട്ടമല്ല. എൻ്റെ മാരാറെ എന്നെ ഒന്നും ചെയ്യല്ലേ, എൻ്റെ പേരിൽ കേസ് കൊടുക്കല്ലേ എന്നൊന്നും പറഞ്ഞിട്ടല്ലോ അയാൾ ധീരമായിട്ട് പറഞ്ഞു, എടോ എൻ്റെ പേരിൽ കേസ് കൊടുക്കേ, ഞാൻ വരാൻ തയ്യാറാണ്. അതായത് എന്ത് ശിക്ഷയും, ഇനിയിപ്പോൾ ജീവപര്യന്തം എന്ത് ശിക്ഷ തരട്ടെ, ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ് എന്ന് അയാൾ മനുഷ്യൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.